ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. അനിറ്റ ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്വം വിവാഹം എന്ന കൂതാശയും തുടർന്നുള്ള കുടുംബജീവിതമൊക്കെ അവരുടെ വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ രീതിയിൽ, അതുപോലെ അവരെ സംബന്ധിച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അവസരമായിട്ടൊക്കെ തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവിൻ്റെ മാലാഖാവശുദ്ധമായത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനെ പരേകളും ധരിച്ചു എന്ന് പറഞ്ഞാൽ സ്വസ്തി കർത്താവ് അങ്ങയുടെ ശരീരം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. കർത്താവിന്റെ ദാസത്തിന്റെ വചനം പോലില്ലാകട്ടെ എന്ന് പറഞ്ഞവരെ സ്വസ്തി കർത്താവ് അങ്ങയുടെ ശരീരം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞവരെ സ്വസ്തി കർത്താവ് അങ്ങയുടെ ശരീരം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്തിൽ അങ്ങയുടെ പുത്രനായ ഈശോയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ എഴുതപ്പെട്ട അനുഭവീശ്വരുടെ മുഖേന ഉയർപ്പിന്റെ മകേറായിപ്പാൻ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ഈശോ വഴി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവാഹ വാഗ്ദാനം ചെയ്യാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനിറ്റയെ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ മകൾക്ക് അനുയോജ്യനായ പങ്കാളിയെ തിരഞ്ഞെടുത്ത് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇസ്ഹാക്കിനെ റെബേക്കായും ആശീർവദിച്ച് തൻ്റെ അവകാശിയാക്കിയ കർത്താവെ, ഈ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മല വധുവായി സ്വയം സ്വീകരിച്ച് ഈശോയെ നാളെ നടക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായവരെ സമാധാനത്തിലും ഐക്യത്തിലും മരണം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപന കർത്താവേ, ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വനൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വചനങ്ങളിലൂടെയും പ്രമാണങ്ങളിലൂടെയും ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ ദൈവമേ, അങ്ങയുടെ സ്വന്തം ജനമായ ഞങ്ങൾക്കും അങ്ങയുടെ വചനത്തിന്റെ പാത തുറന്നു തരണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈ
ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന അധ്യായം 4 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തതെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെ പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവും ഉള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ 31-ാം തീയതി, ആണ്ടവസാന ദിനം. നാളെ ആണ്ടുപിറവി ദിവസമാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് 5-6 ദിവസങ്ങളെ ആയുള്ളൂ. ഈശോയുടെ പിറവിയെ കുറിച്ചും എല്ലാം ചിന്തിച്ചും അതുപോലെ ഈശോയിൽ പുതു ജന്മം പ്രാപിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അനിറ്റയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ജീവിതത്തിലേക്ക് ക്രിസ്മസിന് ഉണ്ണീശോയുടെ പിറവി പോലെ തന്നെ അനിറ്റയുടെ ജീവിതത്തിലെ ഒരു പുതിയ ജന്മം ഉണ്ടാവുകയാണ് വിവാഹത്തോടുകൂടി എന്നുള്ള സത്യം നമുക്ക് ഓർക്കാം. അനിറ്റയെ സംബന്ധിച്ച് നാളെ ഒത്തുകല്യാണവും അതിനുശേഷം വിവാഹവും ഒക്കെ ആയി. ഈ ദിവസങ്ങളെല്ലാം ഒത്തിരി ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ മകളെ പ്രത്യേകം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതനുസരിക്കാതെ വന്ന ബാൽപെയോറിന് സംഭവിച്ചതിനെ കുറിച്ചും എല്ലാം സൂചനയുണ്ട്. ഒരു വാക്യം പ്രത്യേകം നമ്മൾ അനുസ്മരിക്കുന്നത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മുടെ വെളിപ്പുറത്ത് ഉള്ള ദൈവമാണ് നമ്മെ സംബന്ധിച്ചത് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം നമുക്കറിയാൻ അനുഗ്രഹിക്കുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം അതുകൊണ്ട് ആ നിലയിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ബാക്കിമാർക്ക് വേണ്ട തലവ് വേണം നല്ലത്. പക്ഷേ അതിനിടയ്ക്ക് ഇതുകൂടി മുങ്ങിപ്പോയി ഒരു വലിയൊരു സെലിബ്രേഷനായിട്ട് മാറിപ്പോകാതെ നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് അതുകൊണ്ട് ദൈവം യോജിപ്പിക്കുന്നത് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഈ വിവാഹബന്ധം ദൈവം യോജിപ്പിക്കുന്നതല്ല, നമ്മളെ ആരെയും കഴിവൊന്നും വരുന്നതല്ല. തമ്പുരാൻ്റെ നിശ്ചയമാണെന്ന് വെച്ചാൽ ആ തമ്പുരാൻ്റെ നിശ്ചയം അനുസരിച്ച് തന്നെ ഈ ഇന്ന് ബൈബിളിൽ പറയുന്നത് പോലെ കർത്താവിൻ്റെ പ്രമാണങ്ങളിൽ ചേർന്നിട്ടുള്ളതെല്ലാം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അനിറ്റയെ പ്രത്യേക ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ദാമ്പത്യ ബന്ധം, ഒരു വിവാഹ ബന്ധം ഇവർ തമ്മിൽ ഉണ്ടാകാനും ആ വിവാഹ ബന്ധത്തിലൂടെ നല്ലൊരു കുടുംബം, നല്ലൊരു ക്രിസ്തീയ കുടുംബം സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും എല്ലാം നൽകുന്ന നല്ലൊരു മാതൃക കുടുംബം രൂപീകരിക്കുവാനൊക്കെ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ആശംസിക്കാം. അനിറ്റയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തിരി സ്കൂളുകളിൽ പഠിപ്പിച്ചു ഒക്കെ കഴിയുകയൊക്കെ ഉണ്ട്. പക്ഷെ ആ പഠനത്വവും ആ അറിവും അല്ല ഇവിടെ ആവശ്യമുള്ളത്. ആഹ്ലാദത്തോടെ ദൈവത്തെ ആർപ്പുടിക്കുമെന്ന് ഏറ്റുപറയാം.
അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രവർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ജനതകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുന്ന സ്വരം കേൾക്കട്ടെ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു. ഞങ്ങളെ ഉള്ളിരുന്ന പോലെ പരിശോധിച്ചു. ദഹനബലിയുമായി ഞാൻ അവരുടെ ആലയത്തിൽ വരും. അങ്ങയോടുള്ള എന്റെ നേർച്ചകൾ ഞാൻ അവിടുത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. എന്റെ നാവ് കൊണ്ട് ഞാൻ അവിടുത്തെ പുകഴ്ത്തി. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എന്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്ന് ഞാൻ എടുത്തു കളഞ്ഞില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമാധാനം നമ്മോടുകൂടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് വഴികാട്ടിയായിരിക്കട്ടെ. ദൈവം നൽകുന്ന സന്തതികളിലൂടെ നീയും നിന്റെ കുടുംബവും തലമുറകളും സഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്നിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാപന പ്രാർത്ഥനയ്ക്ക് മുമ്പ് തലമുന്നിക്കാം. സർവശക്തനായ ദൈവമേ, മനുഷ്യനെ സകല ജീവജാലങ്ങൾ ഉപരിയായി അങ്ങ് സൃഷ്ടിച്ചുവല്ലോ. മനുഷ്യനേകനായിരിക്കുന്ന ഒന്നല്ല, അവന് ചേർന്ന ഞങ്ങൾക്ക് ചെയ്ത് ജീവിത സഖിയെ നൽകി അങ്ങ് ആദ്യ വിവാഹം ആശീർവദിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ മകൾ അങ്ങ് സ്ഥാപിച്ച വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത ഈ ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ ഇവളെ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും രക്തസാക്ഷികളും വിശുദ്ധരുമായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന സഹായം ഇവർക്കുണ്ടാകുവാനാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്കൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹിക്കുവാൻ ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരെയും സ്നേഹനിധിയായ പിതാവെ അങ്ങ് അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Give me your strength and show me your weakness. We're in this together now. We're in this together now. Give me your love and tell me your secrets. 'Cause we're in this together now. Yeah, we're in this together now. I'll keep you safe, I'll give you my everything. Even if we're falling down, even if we're falling down, all of me is yours, every part of me. 'Cause we're in this together now, you and me together now. What's the point of living if we're scared to lose each other? What's the point of living without you? Tell me now and I'll stop fighting. Tell me now and I'll stop breathing. I don't want to be here without you. Without you. Without you. Without you. Without you. No, 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 no. I'll be your light. I'll keep. എല്ലാവർക്കും നമസ്കാരം. So, they are no longer two, but one flesh. Therefore, what God has joined together, let no one separate.
നമ്മളെല്ലാവരും ഇന്ന് ഈ സായനത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനീറ്റയുടെ ബദലുകൾക്ക് ചടങ്ങാണ്. അനീറ്റയെ പരിചയപ്പെട്ട കാലം തൊട്ട് അവളുടെ എല്ലാ സംഭാഷണങ്ങളിലും അവൾ എപ്പോഴും അവളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാറുണ്ട്. അത്രമേൽ തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അനീറ്റ. അവളുടെ ഈ മധുരം വെപ്പിന് അവളുടെ പ്രിയ അനിയത്തിമാരോടൊപ്പം നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ ചമയമിട് മനമകളെ അണിഞ്ഞൊരുങ്ങ് തിരുമകളെ ചന്തം പകർന്നിടാം മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നീ ഒഴിക്കല്ലേ തീർക്കത്തിൽ നടക്കില്ല കള്ളുപോലെ പുളിക്കാണ് അക്കാനി മൊട്ടിച്ച കൊണ്ടാട്ടി